ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, ഇന്ന് നമുക്ക് കല്യാണം മുടക്കുന്ന ചില നക്ഷത്രങ്ങളെപ്പറ്റി പരിചയപ്പെടാം. ജ്യേഷ്ഠാഭ്രാതരമംബികാം ച പിതരം ഭർതൃക്കനിഷ്ഠാം ക്രമാത് ജ്യേഷ്ഠഹ്യാസുരശൂർപ്പകാശ്ച വനിതാ ഘ്നന്തി ഇതി തജ്ഞാജഗു. ചിത്രാർദ്രാഭണിദേവരാൻ ശതഭിഷക് മൂലഗ്നിതിശോദ്ഭവാ വന്ധ്യാ വാ വിധവാധവാമൃതസുതാ ത്യക്താ പ്രിയേണാഭിവാ. അർത്ഥം: തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ ഭർത്താവിൻ്റെ അനുജനും, ആയില്യത്തിൽ ജനിച്ചവൾ ഭർത്താവിൻ്റെ മാതാവിനും, മൂലത്തിൽ ജനിച്ചാൽ ഭർത്താവിൻ്റെ പിതാവിനും, വിശാഖത്തിൽ ജനിച്ചാൽ ഭർത്താവിൻ്റെ അനുജനും നാശത്തെ ചെയ്യും. ആയില്യം, തൃക്കേട്ട, ചതയം, ചിത്തിര, തിരുവാതിര, മൂലം, കാർത്തിക, പൂയം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകൾ പ്രസവിക്കാത്തവളോ വിധവയോ മൃതപുത്രയോ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടവളോ ആയി ഭവിക്കുകയും ചെയ്യും. ഈ പറയപ്പെട്ടതായ നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകൾ ഇവിടെ പറയപ്പെട്ട ദോഷങ്ങളൊന്നുമില്ലാത്തവരായി ജീവിച്ചിട്ടുള്ളതായും ഇപ്പോൾ ജീവിക്കുന്നതായും അനുഭവമുണ്ട്. എന്നാൽ ഈ പറയപ്പെട്ടവയിൽ അല്ലാത്ത നക്ഷത്രങ്ങളിൽ ജനിച്ച പല സ്ത്രീകൾക്കും ഇവിടെ പറഞ്ഞ ദോഷങ്ങളിൽ പലതും സംഭവിച്ചിട്ടുള്ളതായും കാണാൻ കഴിയും. ഓരോരുത്തർക്കും അവരവരുടേതായ ആയുസ്സും മരണസമയവുമൊക്കെ ഉണ്ട്. ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നതിൻ്റെ പേരിൽ ആ വീട്ടിലുള്ള ആരുടെയും ജാതകത്തിന് മാറ്റം വരികയില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യം. എൻ്റെ ബന്ധുവും സഹപാഠിയും സുഹൃത്തും ഒക്കെ ആയ ഒരാളുടെ മകന് വന്ന വിവാഹാലോചന. പൊരുത്തമുണ്ടോ എന്ന് നോക്കാൻ എന്നെ ഏൽപ്പിച്ചു. നോക്കിയപ്പോൾ ജാതകം തമ്മിൽ നല്ല ചേർച്ചയുണ്ട്, നക്ഷത്രപ്പൊരുത്തവുമുണ്ട്. പെണ്ണിൻ്റെ നക്ഷത്രം മൂലമാണ്. ആ കുട്ടിയുടെ ജാതകത്തിൻ്റെ എല്ലാ വശവും പരിശോധിച്ചു. ദീർഘായുസ്, സൽസ്വഭാവം, സമ്പത്തും സുഖവും എല്ലാം അനുഭവിക്കാനുള്ള ഭാഗ്യം, എല്ലാ ഗുണങ്ങളുമുണ്ട്. ഞാൻ സുഹൃത്തിനോട് ആ വിവാഹം നടത്താം എന്ന് പറഞ്ഞു. അവർ ആലോചനയുമായി മുന്നോട്ട് പോയി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അയാൾ എന്നെ വിളിച്ച്, ആ പെണ്ണിൻ്റെ നക്ഷത്രത്തിന് എന്തോ കുഴപ്പമുണ്ടെന്ന് ചിലർ പറയുന്നു, ഇങ്ങനെ പറഞ്ഞു കേട്ടു എന്ന് അയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മൂലജാ ശുചിരം ഹന്തി, മൂലം നക്ഷത്രത്തിൽ ജനിച്ചവൾ വന്നാൽ അമ്മായിയച്ഛൻ മരിക്കും എന്നൊരു പ്രമാണമുണ്ട്. ഇയാളുടെ ആയുസ് തീർന്നിരിക്കുകയാണെങ്കിൽ താൻ മരിക്കും. ആ പെണ്ണിനെ മകൻ കല്യാണം കഴിച്ചില്ലെങ്കിലും മരിക്കും. താൻ ദീർഘായുസാണെങ്കിൽ മരിക്കുകയില്ല. തൻ്റെ ജാതകമനുസരിച്ച് താൻ മരിക്കേണ്ടതായ സമയത്ത് അതിനു മുമ്പ് മരിക്കുകയില്ല. ആ സമയത്തേ മരിക്കുകയുള്ളൂ. അതിനു മുമ്പ് മരിക്കണമെന്ന് വിചാരിച്ചാലും നടക്കുന്ന കാര്യമല്ല. ആ പെൺകുട്ടിയുടേത് ഒരു നല്ല ജാതകമാണ്. നല്ല യോഗങ്ങളൊക്കെ ഉണ്ട്. ചെറുക്കൻ്റെ ജാതകവുമായി ചേർച്ചയുമുണ്ട്. അതുകൊണ്ടാണ് ചേർക്കാൻ പറഞ്ഞത്. സുഹൃത്ത് വിവരമുള്ളവനായതിനാലും ഞാൻ പറഞ്ഞത് മനസ്സിലായതുകൊണ്ടും ആ വിവാഹം നടന്നു. വിവാഹശേഷം ഇത്രയും നാളായിട്ടും ആ കുടുംബത്തിൽ ഒരനിഷ്ടവും സംഭവിച്ചിട്ടില്ല. വിവാഹത്തിൻ്റെ കാര്യത്തിൽ നടക്കുന്ന പൊരുത്തശോധനയെപ്പറ്റി പറയുകയാണെങ്കിൽ വളരെ പറയാനുണ്ട്. പണ്ട് കാലത്ത്, അതായത് പുരാണകാലത്ത്, ഇങ്ങനെ ഒരേർപ്പാട് ഇല്ലായിരുന്നു എന്ന് വേണം കരുതാൻ. ഭാരതീയ ജ്യോതിഷത്തിൻ്റെ പ്രഥമാചാര്യനായി കരുതുന്നത്
വസിഷ്ഠമുനിയെയാണ്. സൃഷ്ടിയുടെ ആരംഭകാലത്ത് ബ്രഹ്മാവ് സൃഷ്ടിച്ച സപ്തർഷികളിൽ ഒരാളാണ് വസിഷ്ഠൻ. രണ്ടാമത്തെയാൾ പരാശരനാണ്. പരാശരൻ വസിഷ്ഠൻ്റെ പൗത്രനാണ്. പരാശരൻ്റെ പിതാവായ ശക്തിമുനിയും ജ്യോതിഷത്തിൽ പാരംഗതനായിരുന്നു എന്നും പറയുന്നു. പരാശരൻ്റെ പുത്രനായ വേദവ്യാസൻ ധൃതരാഷ്ട്രയുടെയും പാണ്ഡുവിൻ്റെയും പിതാവുമാണ്. വസിഷ്ഠൻ സൂര്യവംശ രാജാക്കന്മാരുടെ കുലഗുരുവാണ്. യോഗവാസിഷ്ഠം ശ്രീരാമനെ ഉപദേശിച്ചത് വസിഷ്ഠനാണ്. സൂര്യവംശ രാജാക്കന്മാരുടെ വിവാഹ കാര്യങ്ങളിലൊന്നും വസിഷ്ഠനെ കൊണ്ട് പൊരുത്തം നോക്കിച്ചതായി കാണുന്നില്ല. അതുപോലെ പാണ്ഡുവിൻ്റെയും ധൃതരാഷ്ട്രരുടെയും അവരുടെ മക്കളുടെയും ഒന്നും വിവാഹത്തിന് വ്യാസൻ പൊരുത്തപരിശോധന നടത്തിയതായും കാണുന്നില്ല. രാജകുമാരിക്ക് വിവാഹപ്രായമായാൽ അറിയപ്പെടുന്ന രാജാക്കന്മാരെയെല്ലാം സ്വയംവരത്തിന് ക്ഷണിക്കും. രാജകുമാരി അവിടെ ഹാജരായിരിക്കുന്ന രാജാക്കന്മാരിൽ വെച്ച് ഏറ്റവും യോഗ്യനെന്ന് തോന്നിയയാളെ മാലയിട്ട് ഭർത്താവായിട്ട് സ്വീകരിക്കും. ഈ കാര്യത്തിൽ ആരുടെയും നക്ഷത്രവും ജാതകവും ഒന്നും നോക്കാറില്ല. ചിലപ്പോൾ ചില മത്സരങ്ങളിൽ ജയിക്കുന്നവരെയായിരിക്കും രാജകുമാരി വരനായി സ്വീകരിക്കുക. ഏതായാലും പൊരുത്തം നോക്കി കല്യാണം നിശ്ചയിക്കുന്ന ഏർപ്പാട് ആ കാലത്തില്ലായിരുന്നു. പിന്നീട് എപ്പോഴാണ് ഈ പൊരുത്തശാസ്ത്രം രചിക്കപ്പെട്ടത് എന്ന് കൃത്യമായി അറിവൊന്നുമില്ല. കാളിദാസൻ്റെ സമകാലികനായ വരാഹമിഹിരൻ സർവകലാവല്ലഭനും ആയ ഒരു ജ്യോതിഷ പണ്ഡിതനായിരുന്നു. അദ്ദേഹം രചിച്ച ബൃഹത്സംഹിതയിലോ ലഘുജാതകം എന്ന ഹോരാശാസ്ത്രത്തിലോ പൊരുത്തത്തെപ്പറ്റി പറയുന്നില്ല. കൃഷ്ണീയ ശാസ്ത്രം, പ്രശ്നാനുഷ്ഠാന പദ്ധതി മുതലായ ഗ്രന്ഥങ്ങളിലും ഇത് കാണുന്നില്ല. ഇവയ്ക്കെല്ലാം ശേഷമുണ്ടായത് ആയി കരുതപ്പെടുന്ന ജാതകാദേശം എന്ന പുസ്തകത്തിലാണ് വിവാഹപ്പൊരുത്തം പറഞ്ഞു കാണുന്നത്. അതിൽ നക്ഷത്രപ്പൊരുത്തത്തിനാണ് പ്രാധാന്യം കൊടുത്ത് കാണുന്നത്. പൊരുത്തം നോക്കി വിവാഹം നടത്തണം എന്ന് പറയുന്ന ഇതേ പുസ്തകത്തിൽ തന്നെ മറ്റൊരധ്യായത്തിൽ സ്ത്രീയുടെ ഭർത്താവ് അല്ലെങ്കിൽ പുരുഷൻ്റെ ഭാര്യ ഏത് രാശിയിൽ ജനിച്ചതായിരിക്കും, ഏത് നക്ഷത്രത്തിൽ ജനിച്ചതായിരിക്കും, ഏത് ദിക്കിലുള്ളവരായിരിക്കും എന്നെല്ലാം കണ്ടുപിടിക്കാനുള്ള കണക്കും തന്നിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണെങ്കിൽ ഒരാളുടെ ഭാര്യ അഥവാ ഭർത്താവ് ആരായിരിക്കും എന്ന കാര്യം നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടത് ആണ് എന്ന് വ്യക്തമാണല്ലോ. അങ്ങനെയെങ്കിൽ നടക്കാനുള്ളതല്ലേ നടക്കുകയുള്ളൂ. പിന്നെ നമ്മൾ എന്തിനാണ് അതിൽ പൊരുത്തം നോക്കുന്നത്? പൊരുത്തപ്പെട്ട് ജീവിക്കാനാണ് വിധിയെങ്കിൽ അങ്ങനെ ജീവിക്കും. പൊരുത്തക്കേടുണ്ടെങ്കിൽ അങ്ങനെയും ജീവിക്കും. എല്ലാ പൊരുത്തവും ഉണ്ടെന്ന് ജ്യോത്സ്യന്മാർ പറഞ്ഞു കേട്ട് കഴിച്ച കല്യാണത്തിൽ എത്രയോ പേർ തമ്മിൽ തല്ലി, ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിൽ തല്ലി പിരിഞ്ഞതായും കാണുന്നു. ശേഷം നാളെ. നമസ്കാരം.